നമസ്തേ പ്രിയമിത്രങ്ങളെ, ഇന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു ദിവ്യമായ മന്ത്രത്തെയാണ്. ലോകത്തിൽ എവിടെ ഏത് പ്രവർത്തനവും കുറ്റമറ്റ രീതിയിൽ പൂർത്തീകരിക്കണമെങ്കിൽ, വിജയപ്രദമായി തീരണമെങ്കിൽ, അർഹിക്കുന്നവർക്കെല്ലാം സർവ്വവിധമായ ഐശ്വര്യവും കരഗതമാകണമെങ്കിൽ ഐക്യം അത്യന്താപേക്ഷിതമാണ്. ഐക്യമില്ല എങ്കിൽ ഒരിക്കലും വിജയത്തെ നേടുവാൻ കഴിയുകയില്ല. മനഃശാന്തിയും സമാധാനവും എല്ലാം ആവോളം ലഭിക്കണമെങ്കിൽ ഐക്യം നിർബന്ധമായും ഉണ്ടാകണം. അത് കുടുംബത്തിലാണെങ്കിലും പ്രവർത്തന പദത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും. എവിടെയെല്ലാം വിഭാഗീയമായ ചിന്താഗതി ഉണ്ടാകുന്നുവോ, ഞാനാണ് കേമൻ, ഞാനാണ് വലിയവൻ, നീ മോശമാണ്, നീ നീചയാണ്, നീ നീചനാണ് ഇത്യാദി ചിന്തകൾ പ്രകടമാകുന്നുവോ, അവിടങ്ങളിലെല്ലാം അശാന്തിയും പരാജയവുമായിരിക്കും സർവദാ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മപദത്തിലും അതിനുമപ്പുറം സ്വന്തം ഭവനത്തിലും പരിപൂർണമായ ഐക്യത്തെ ലഭിക്കുവാനും അതിലൂടെ പതിയുടെ തലത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന പത്നിയായി മാറുവാനും, പത്നിയുടെ തലത്തെ മനസ്സിലാക്കുന്ന പതിയായി മാറുവാനും, അച്ഛനെയും അമ്മയെയും മനസ്സിലാക്കുന്ന സന്തതികളായി മാറുവാനും, സ്വസഹോദരങ്ങളെ പരിപൂർണമായി മനസ്സിലാക്കുന്ന സഹോദരങ്ങളായി മാറുവാനും, ഈ കുടുംബത്തിലെ എല്ലാവിധമായ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഐക്യത്തിലൂടെ മാത്രമേ നേടുവാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ പരിപൂർണമായ യോജിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ സർവ്വവിധമായ സമൃദ്ധിയെയും കരകതമാക്കുവാൻ കഴിയുകയുള്ളൂ. മനഃശാന്തിയും സമാധാനവും നിറയേണ്ടതും പൂത്ത് തളിർക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ചിന്താഗതിയിലൂടെയുമാണ് എന്ന് നമ്മെ സ്വയം ബോധ്യപ്പെടുത്തുവാനും ആ ബോധ്യത്തെ കരഗതമാക്കുന്നതിനും പരിപൂർണമായ ഐക്യത്തെ നേടി കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം. അങ്ങനെ ഈഗോയെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരൊറ്റ ചരടിലെ മുത്തുകണക്കി കുടുംബാംഗങ്ങൾ പരിപൂർണമായ യോജിപ്പിലൂടെ പ്രവർത്തിക്കുവാനും, വിഭാഗീയതയുള്ള അല്ലെങ്കിൽ വിദ്വേഷമില്ലാതെ ഒരൊറ്റ മനസ്സോടുകൂടി പ്രവർത്തിക്കുവാനും, കർമ്മപദം ഉജ്ജ്വലകരമായ വിജയത്തെ കരഗതമാക്കത്തക്ക രീതിയിലേക്ക് ഉയർത്തുവാനും തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു മന്ത്രമാണ് ഐക്യമത്യ സൂക്തമന്ത്രം. സംഘടനാ സൂക്തമന്ത്രം എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായി ഐക്യത്തിൻ്റെ പ്രാധാന്യം ലോകത്തെ ഉദ്ബോധിപ്പിച്ചത് ഋഗ്വേദമാണ്. ഋഗ്വേദത്തിലെ 10ാമത്തെ മണ്ഡലത്തിൽ 191 കാണപ്പെടുന്ന സൂക്തമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏത് പ്രവൃത്തിയും വിജയത്തെ കരഗതമാക്കണമെങ്കിൽ ഐക്യമുണ്ടാകണം. നിങ്ങൾ ഐക്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് സർവ്വവിധമായ ഐശ്വര്യത്തെയും എത്തിക്കും എന്ന് ലോകത്തിനെ ഉദ്ബോധിപ്പിച്ചതും, ലോകത്തിൽ ഐക്യത്തിൻ്റെ ആവശ്യകതയെയും അതിൻ്റെ മഹിമയെയും ആദ്യമായി ലോകത്തിന് ഉപദേശിച്ചു കൊടുത്തതും ഭാരതത്തിലെ സംവാഹനൻ എന്ന ഋഷിയാണ്. ആ മഹാനായ ഋഷിപ്രവരൻ നമ്മൾക്കായി പകർന്നു തന്ന ദിവ്യമായ സൂക്തമാണ് ഋഗ്വേദത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിർബന്ധമായും നമ്മൾ ജപിക്കേണ്ടതും അതിലൂടെ ഈശ്വര കടാക്ഷം നേടേണ്ടതുമായിട്ടുള്ള ഐക്യമത്യ സൂക്തമന്ത്രം. ഈ മന്ത്രത്തിലൂടെ സമസ്ത ജീവജാലങ്ങളുടെയും ആധാരഭൂതനും സർവ്വവിധമായ അശുദ്ധിയെ ഭസ്മീകരിക്കുന്നവനും ലോകത്തിന് അത്യന്താപേക്ഷിതമായ ഊർജത്തെ പ്രദാനം ചെയ്യുന്നവനുമായ അഗ്നിയോടുള്ള പ്രാർത്ഥനയാണ്. അല്ലയോ സർവേശ്വര, അവിടുത്തെ കൃപാകടാക്ഷത്താൽ, അവിടുത്തെ ദിവ്യമായ അനുഗ്രഹത്താൽ ഞങ്ങളിലെ എല്ലാവിധമായ വിഭാഗീയ ചിന്തകളും ഇല്ലാതാകണം. ഞാനെന്നും നീയെന്നുമുള്ള വ്യത്യാസങ്ങൾ ഞങ്ങളെ വിട്ടകന്നു പോകണം. ഒരൊറ്റ മനസ്സോടുകൂടി ഒരൊറ്റ ചിന്തയോടുകൂടി പരിപൂർണമായ ജ്ഞാനത്തെ കരഗതമാക്കുവാനും, എപ്രകാരമാണോ സമാനമായ ചിന്തകളോടുകൂടി ലോക നന്മയ്ക്കായി പൂർവികന്മാരായ ഋഷിപ്രവരന്മാർ വർത്തിച്ചത്, ഈശ്വര ആരാധനയിലൂടെ അവർ എപ്രകാരമാണോ ഐശ്വര്യത്തെ കരഗതമാക്കിയത്, അപ്രകാരം ഞങ്ങൾക്കും ഐക്യത്തിലൂടെയും യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെയും പരിപൂർണമായ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യണമേ. യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെ സർവ്വവിധമായ വിജയങ്ങളും നമ്മളുടെ അരികിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരണമേ. നമ്മുടെ മനസ്സുകൾ പരിപൂർണമായ ഐക്യത്തെ കരഗതമാക്കട്ടെ. നമ്മുടെ ചിന്തകൾ സമാനങ്ങളാകട്ടെ. നമ്മുടെ വികാര വിചാരങ്ങൾ യാതൊരുവിധ വിഭാഗീയതയും പ്രദാനം ചെയ്യാതെ ഒരുമയോടുകൂടി പ്രവർത്തിക്കുവാൻ നമ്മളെ ഉത്തേജിപ്പിക്കട്ടെ. നമ്മുടെ പ്രവർത്തനത്തിലൂടെ, നമ്മുടെ ഐക്യത്തിലൂടെ സമസ്ത ലോകത്തിനും ഗുണമെത്തിച്ചേരട്ടെ. അതിലൂടെ നമ്മൾക്കും സർവ്വവിധമായ ധനസമൃദ്ധിയും ഐശ്വര്യവും സർവേശ്വരൻ ആവോളം പ്രദാനം ചെയ്യട്ടെ.
നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് പരസ്പരമുള്ള വിദ്വേഷങ്ങൾ നമ്മെ വിട്ടകലട്ടെ. നമ്മുടെ കാഴ്ചപ്പാടുകളും പ്രവർത്തന പഥങ്ങളും ശുദ്ധവും വൃത്തിയും വെടുപ്പും അതിനുമപ്പുറം പരിപൂർണമായ ഐക്യത്തെയും യോജിപ്പിനെയും പ്രദാനം ചെയ്യത്തക്ക തലത്തിലേക്ക് എത്തപ്പെടട്ടെ. അതിലൂടെ സമസ്ത ജഗത്തിൻ്റെയും ആധാരഭൂതനും സമസ്ത ജീവജാലങ്ങളിലേക്കും പരിപൂർണമായ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവനുമായ അഗ്നി ഭഗവാന്റെ ദിവ്യമായ ഓജസ്സും തേജസ്സും നമ്മളിലെ ഓരോരുത്തരിലേക്കും എത്തിച്ചേർന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഐശ്വര്യകരമായി മാറട്ടെ, സമാനമായി തീരട്ടെ. പരിപൂർണമായ ഹൃദയശുദ്ധിയോടുകൂടി ഐക്യത്തോടുകൂടി കർമ്മ പഥത്തെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ നമ്മൾക്കേവർക്കും ആ സർവേശ്വരൻ സർവ്വവിധമായ അനുഗ്രഹത്തെയും പ്രദാനം ചെയ്യട്ടെ എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ ലഘുവായ അർത്ഥതലം. അതുകൊണ്ട് തന്നെ ആ ദിവ്യമായ മന്ത്രത്തെ നമ്മൾക്ക് ഒന്നറിയുവാനായി ശ്രമിക്കാം. കേവലം അറിയുവാനായി മാത്രമാണ് പ്രിയമിത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായും നമ്മൾ അറിയണം. കാരണം പലപ്പോഴും നമ്മൾ കുടുംബത്തിൽ അശാന്തി ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ അസ്ഥിരത ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ അനാവശ്യമായ കലുഷതകൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമായി ക്ഷേത്രങ്ങളിലേക്കൊക്കെ എത്തി നമ്മൾ പലപ്പോഴും വഴിപാടായി നടത്തപ്പെടുന്നതാണ് ഈ ഐക്യമത്യ സൂക്താർച്ചന. ആയതിനാൽ തന്നെ ഒരു ദിനം ഒരല്പനേരം മനസ്സ് സംഘർഷകരമായ തലത്തിലേക്ക് എത്തുന്നുവെങ്കിൽ, മനസ്സിൽ അമിതമായ ടെൻഷൻ എത്തുന്നുവെങ്കിൽ, പരിപൂർണമായ ഭക്തിയോടും ഈശ്വര ചിന്തയോടും കൂടി ആ സർവേശ്വരൻ്റെ തിരുമുമ്പിലേക്ക് തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഇതൊന്ന് ജപിക്കൂ. മനസ്സിനെ ശാന്തമാക്കൂ, ഊർജ്ജസ്വലതയുടെ ഉത്തമമായ തലത്തിലേക്ക് എത്തിക്കൂ. തീർച്ചയായും സർവേശ്വരൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മനസ്സ് പക്വതയുള്ളതായി മാറും. കാരണം ശാന്തിയും സമാധാനവും തളിരിടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനതാരിലാണ്. അത് പൂത്ത് തളിർത്തു നിൽക്കേണ്ടത് നമ്മളിലൂടെയാണ് എന്ന ബോധ്യത്തോടു കൂടി നമ്മൾക്ക് ആ ദിവ്യമായ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം സംസമിദ്യുവസേ വൃഷന്നഗ്നേ വിശ്വാന്നര്യയ ഇളസ്പതേ സമിദ്യസേ സനോ വസൂന്യാഭര സംഗച്ഛദ്വം സമ്മദദ്വം സമ്മോ മനാംസി ജാനതാമ ദേവാ ഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്ര സമിതി സമാനീ സമാനം മനസ്സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേനവോ ഹവിഷാജുഹോമി സമാനീവ ആകൂതി സമാന ഹൃദയാനിവ സമാനമസ്തു മനോ യഥാവ സുസഹാസതി. ഇതാണ് ഐക്യമത്യ സൂക്തമന്ത്രം. പടിപടിയായി അത് ജീവിതത്തിലേക്ക് പകർത്തുവാനും ഈശ്വര അനുഗ്രഹത്താൽ ഏവരും സമന്മാരാണ്, പരിപൂർണമായ യോജിപ്പിലൂടെയും ഏകോപനത്തിലൂടെയും ഐക്യത്തിലൂടെയും മാത്രമേ കുടുംബത്തിലെന്നല്ല സമസ്ത മേഖലകളിലും വിജയത്തെ കരഗതമാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സർവേശ്വര അവിടുത്തെ കൃപാകടാക്ഷം ഞങ്ങളിലേക്ക് ഏവരിലേക്കും എത്തിച്ചേരണം. ഞങ്ങളുടെ കർമ്മപഥം ഐക്യത്താൽ ഭദ്രമായി തീരണം. അതിലൂടെ അളവറ്റ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതിനുമപ്പുറം പരിപൂർണമായ മനഃശാന്തിയും ആവോളം ഭുജിക്കുവാൻ അവിടുത്തെ കൃപാകടാക്ഷം അനവരതം ഞങ്ങളിലേക്ക് എത്തണമേ എന്ന് നമ്മൾക്കും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഭഗവാൻ തീർച്ചയായും അനുഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾക്കും അതൊന്ന് പരിശ്രമിക്കാം. മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും ശതകോടി പ്രണാമം. ഹരി ഓം.